ഈ വർഷത്തെ ഓണക്കാലം അതൊരു പോരാട്ട വീര്യത്തിൻ്റെ കഥ പറയാനും കൂടെ ഉള്ളൊരു ഓണക്കാലമാണ്. കാരണം ഒരു ഉത്സവകാലത്താണ്, ഓണമല്ല പക്ഷേ ഒരു ഉത്സവകാലത്താണ് സുജിത്തിന് കുന്നംകുളം പോലീസിൻ്റെ 3ാം മുറ നേരിടേണ്ടി വരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം ഒരു ഓണക്കാലം എത്തിയിരിക്കുകയാണ്. ഓണാഘോഷത്തിൻ്റെ ഇടയിലാണ് സുജിത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് സുജിത്തിനോട് തന്നെ ചോദിച്ചറിയാം. തീർച്ചയായിട്ടും ആ CCTV കിട്ടിയത് തന്നെയാണ് വലിയൊരു ഗുണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പല തവണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടും അത് നമുക്ക് കിട്ടാത്തൊരു അവസരം ഉണ്ടായി. ഇപ്പോൾ അത് നമുക്ക് കിട്ടി. പൊതുജനത്തിൻ്റെ മുന്നിൽ നമുക്ക് കാണിക്കാൻ സാധിച്ചു. അതുപോലെ ഞങ്ങളെ പ്രവർത്തകർക്കായാലും വളരെ നല്ലൊരു ഊർജ്ജം ഉണ്ടായി. ഞങ്ങളുടെ ക്ലബ്ബ് ഭാരവാഹികളായാലും അതിൽ ഒരു ആശ്വാസം, അതിൽ നല്ല സന്തോഷം ഉണ്ടായില്ലേ കിട്ടിയില്ല. കാരണം നമ്മുടെ ഒരു നിരപരാധിത്വം പൂർണ്ണമായിട്ട് അത് പൊതുജനത്തിൻ്റെ മുന്നിൽ കാണിക്കാൻ പറ്റുകയാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങിയതാണ് പായസ വിതരണം. എല്ലാ വീടുകളിലും പായസം എത്തിക്കുന്ന ഒരു പരിപാടി. ഇത് ഇത്ര ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളെ തളർത്തില്ല, പേടിയില്ല, ഇനിയും മുന്നോട്ട് തന്നെ പോകുമല്ലേ? തീർച്ചയായിട്ടും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പോലീസ് എത്ര തന്നെ നമ്മളതിനെ കാപ്പ മുത്തിയാലും അതുപോലെ റൗഡി ലിസ്റ്റ് ഇട്ടാലും എന്ത് തന്നെ ചെയ്താലും പൊതുജനത്തിൻ്റെ മുന്നിൽ നമുക്കൊരു പേരുണ്ട്. നമ്മൾ ക്ലബ് ബേസ് ആയാലും പൊതുപ്രവർത്തന രംഗത്തായാലും അതല്ല ശാന്തി, അതായത് നമ്മുടെ തൊഴിൽ അനുബന്ധിച്ചിട്ടായാലും എല്ലാവർക്കും നമ്മളോടൊരു വിശ്വാസമുണ്ട്, നമുക്ക് സ്നേഹമുണ്ട്. അത് എന്തായാലും ആര് തന്നെ എന്തൊക്കെ തന്നെ ആയിട്ട് പറഞ്ഞാലും നമുക്ക് മാറ്റി പോവില്ല. അത് ആരും എന്നെ പറ്റിയിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതൊരു കൃത്യമായ നടപടിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്തവരുടെ ഇൻക്രിമെൻറ്റ് മാത്രം കട്ട് ചെയ്യുക അതൊരു നടപടിയാണ് എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ടോ? അതിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ തുടക്കം മുതലേ ഞങ്ങൾ CCTV ദൃശ്യത്തിന് വേണ്ടിയിട്ട് തുടക്കം മുതലേ അന്നത്തെ SI മുതലേ, അതായത് ഈ 2.5 വർഷത്തെ പോരാട്ടം തന്നെയായിരുന്നു. പോലീസ് സംവിധാനം പരമാവധി നമ്മളെ താഴ്ച്ചിട്ടുള്ളൂ, നമ്മൾ കിട്ടാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളൂ. ഒരു കാരണം വെച്ചാൽ നമ്മൾ പോലീസിൻ്റെ ഒരു നമ്മളൊരു നീതി പ്രതീക്ഷിക്കുന്നില്ല. 2.5 വർഷത്തെ പോരാട്ടം വിജയം നേടിയത് ഓണ സമയത്തായത് അത് ഇരട്ടി മധുരം ഉണ്ടാക്കുന്നത് ഇനിയും ശക്തമായി തന്നെ മുന്നോട്ട് പോകും. നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.